എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ മാധ്യമം എന്ന അവസാനത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള നവമാധ്യമങ്ങളും ശക്തിയും സാധ്യതയും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൻ്റെ സമ്മറി അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക് എന്നിവയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയങ്ങൾ പറയുന്നതിന് പകരം ഓരോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പോയി കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് 2 മാർക്ക് ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: നവമാധ്യമങ്ങൾ എന്നാൽ എന്ത്? ഉത്തരം: ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ മാധ്യമങ്ങളെയാണ് നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ചോദ്യം 2: ഒരു നവമാധ്യമത്തിൻ്റെ ഉദാഹരണം എഴുതുക. ഉത്തരം: സോഷ്യൽ മീഡിയ. ചോദ്യം 3: എന്താണ് വെബ് 2.0? ഉത്തരം: ഉപയോക്താക്കൾക്ക് ഉള്ളടക്കം സൃഷ്ടിക്കാനുള്ള അവസരം നൽകുന്ന ഇൻ്റർനെറ്റ് ഘട്ടമാണ് വെബ് 2.0. ചോദ്യം 4: മാധ്യമ വിമർശനം എന്നാൽ എന്ത്? ഉത്തരം: മാധ്യമങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്നതാണ് മാധ്യമ വിമർശനം. ചോദ്യം 5: പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്ത്? ഉത്തരം: പരമ്പരാഗത മാധ്യമങ്ങൾ ഏകദിശ ആശയവിനിമയം നടത്തുമ്പോൾ നവമാധ്യമങ്ങൾ ഇരുദിശ ആശയവിനിമയം സാധ്യമാക്കുന്നു. ചോദ്യം 6: നവമാധ്യമങ്ങളുടെ ഒരു ഗുണവും ഒരു ദോഷവും എഴുതുക. ഉത്തരം: ഗുണം: അറിവ് വേഗത്തിൽ ലഭിക്കുന്നു. ദോഷം: വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നു. ചോദ്യം 7: നവമാധ്യമങ്ങൾ ഭാഷയെ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം: ചുരുക്കെഴുത്തും മിശ്രഭാഷയും വർദ്ധിപ്പിച്ചതിലൂടെ ഭാഷയുടെ ശുദ്ധിയിൽ മാറ്റം സംഭവിച്ചു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 4 മാർക്ക് ചോദ്യങ്ങളാണ്. ചോദ്യം 1: നവമാധ്യമങ്ങളുടെ സാമൂഹിക പ്രാധാന്യം വിശദീകരിക്കുക. മാധ്യമങ്ങൾ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നു. പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുവാനും നവമാധ്യമങ്ങൾ സഹായിക്കുന്നു. ചോദ്യം 2: നവമാധ്യമങ്ങൾ മലയാള ഭാഷയിൽ ഉണ്ടാക്കിയ സ്വാധീനം എഴുതുക. ഉത്തരം: നവമാധ്യമങ്ങളിലൂടെ മലയാള ബ്ലോഗുകൾ, യൂട്യൂബ് ചാനലുകൾ എന്നിവ വളർന്നു. മലയാള സാഹിത്യം ഓൺലൈനിലൂടെ കൂടുതൽ ജനങ്ങളിലേക്കെത്തി. അതോടൊപ്പം തന്നെ മലയാള ഭാഷയ്ക്ക് പുതിയ പ്രചാരം ലഭിച്ചു. ചോദ്യം 3: നവമാധ്യമങ്ങളുടെ സാധ്യതകൾ എഴുതുക. ഉത്തരം: അറിവ് വേഗത്തിൽ ലഭിക്കുന്നു. പഠനം എളുപ്പമാക്കുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ലോകവുമായി നേരിട്ടുള്ള ബന്ധം സാധ്യമാക്കുന്നു. സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന പാഠഭാഗത്തിലെ 6 മാർക്ക് ചോദ്യങ്ങളാണ്. ചോദ്യം ഒറ്റൊന്നേ ഉള്ളൂ: നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും. അതായത് ഈ പാഠഭാഗത്തിൻ്റെ ഒരു 6 മാർക്ക് സമ്മറിയാണ്. ഉത്തരം: നവമാധ്യമങ്ങൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആശയവിനിമയ സംവിധാനമാണ്. സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, ബ്ലോഗുകൾ, യൂട്യൂബ് തുടങ്ങിയവ നവമാധ്യമങ്ങളുടെ ഭാഗമാണ്. നവമാധ്യമങ്ങൾ അറിവ് വേഗത്തിൽ ലഭ്യമാക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുന്നു. പഠനം, തൊഴിൽ, വ്യാപാരം തുടങ്ങിയ മേഖലകളിലും വലിയ മാറ്റം കൊണ്ടുവന്നു. അതേസമയം വ്യാജവാർത്ത, സൈബർ കുറ്റകൃത്യം, സ്വകാര്യത നഷ്ടപ്പെടൽ തുടങ്ങിയ വലിയ അപകടങ്ങളും ഇതിലുണ്ട്. അതിനാൽ നവമാധ്യമങ്ങൾ ബോധപൂർവം ഉപയോഗിച്ചാൽ അത് സമൂഹത്തിന് വലിയ ശക്തിയും സാധ്യതയും ആകുന്നു. നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യോത്തര സെക്ഷനാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഈ പാഠഭാഗവുമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തത് അവസാനത്തെ പാഠമായിട്ടുള്ള
കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക. അതോടുകൂടി നമ്മുടെ +2 മലയാളം അവസാനിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.